4 കഷ്ണം പിലോപ്പി ഉണ്ട് കേട്ടോ. ഞാൻ ഫിഷ് മോളി വെക്കാൻ പോവാണ്, ഇതുകൊണ്ട് വലിയ പിലോപ്പിയുടെ കഷ്ണങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതേ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ ഇവിടെ പൊടിച്ച മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് 4 കൂട്ടമാണ് എടുത്തേക്കണത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടേ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല, അത് കാരണം അല്പം ഒരു പൊടിക്ക് വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്, പൊളിക്ക് വേണ്ടി പൊടിക്ക്. ഒപ്പം ഒരല്പം വെളിച്ചെണ്ണ. ഇനി ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. നടുക്കൊന്ന് രാഗിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് വേറെ പൊടികളൊന്നും അധികം ചേർക്കാൻ പറ്റില്ല, കാരണം ഫിഷ് മോളിയുടെ കളറ് ഒരു വൈറ്റ് കളറാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. എരിവിന് നമ്മൾ പച്ചമുളകാണ് ഇടണത്. അപ്പോൾ നമ്മുടെ മീനെല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ പതുക്കെ ഒന്നൊരു ഷാലോ ഫ്രൈ ഒക്കെ ചെയ്ത് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് 1/2 മണിക്കൂർ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഫിഷ് മോളി റെഡിയാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. നമുക്ക് ആദ്യമേ അല്പം അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് പോരാം. അപ്പോൾ പിലോപ്പി കൊണ്ടുള്ള ഫിഷ് മോളിയാണ് കേട്ടോ. ഞാൻ മുന്തിരി ഇടുന്നില്ല അതിൽ, മുന്തിരി ഇവിടെ ആക്കാൻ താല്പര്യമില്ലാത്ത കേസാണ്, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചട്ടി തന്നെയാണ് വറുക്കുന്നതും കറിയാക്കുന്നതും എല്ലാം ഈ ചട്ടി തന്നെയാണ് കേട്ടോ. ഒരൊറ്റ ചട്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ മുരിഞ്ഞിട്ടാണ്. നമ്മൾ ഓവർ ആയിട്ട് മുരിയരുത്, ഒരു 80% മുരിഞ്ഞാൽ മതി. ഇനി ഗ്രേവിയിൽ കിടന്ന് റെഡിയാവുള്ളതാണ്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ആ മീനിൻ്റെ നമ്മുടെ മസാല പുരട്ടിയതിൻ്റെ ആ മസാലയും കാര്യങ്ങളും എല്ലാം എണ്ണയിലുണ്ട്. വേഗം നമ്മൾ മുളകും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അല്പം മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഇനി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പട്ട, കറയമ്പ്, ഏലക്ക, കുരുമുളക് എല്ലാം 2-3 വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, വലിയ സവാള, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇത്ര ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം, ഗ്രേവിക്ക് ആവശ്യമുള്ള. ഒരു 5-6 പച്ചമുളക്, എരിവെള്ള മുളകാണ്, അതിട്ട് കൊടുക്കാം.
നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും സവാള എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പാലൊന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന മീൻ ഇതാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. മീൻ ഇതിൽ കിടന്ന് ആ ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണം. ഒരു 5 മിനിറ്റ് നമുക്കൊന്നത് ഗ്രേവിയിൽ കിടക്കണം. അപ്പോൾ തന്നെ തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയാണ് ഒരെണ്ണം മതി. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ. നമ്മുടെ ഫിഷ് മോളി നോക്കാം. 5 മിനിറ്റ് അധികം അതിനെ മൂടി വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് ബ്രെഡും കൂട്ടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ ചാറത്തിൽ അധികം വേണ്ടി വരും ബ്രെഡും കൂട്ടി കഴിക്കണമെങ്കിൽ. ഇത്ര മതി. ഇനി ഇരിക്കും തോറും ഒന്നുകൂടി ഇതാവും, ഡ്രൈ ആവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇപ്പം അതിൻ്റെ തലപ്പാലാണ്, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒപ്പം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു തിള വന്നു. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിലോപ്പി കൊണ്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഫിഷ് മോളി, പിലോപ്പി കൊണ്ടുള്ള ഫിഷ് മോളി ബ്രെഡും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാൻ പോവാണ്. പിന്നെ ഇഞ്ചിച്ചായ എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചിച്ചായനെ ഒന്ന് മൊത്തിയിട്ട് കഴിക്കാം. ആയി, പിന്നെ ബ്രെഡാണ്, 2 കഷ്ണം ബ്രെഡ് കഴിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ പിലോപ്പിയും വലിയ കരിമീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതെൻ്റെ സ്വഭാവമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണ പോലത്തെ ടേസ്റ്റ് പുറത്ത് ചെല്ലുമ്പോൾ കിട്ടില്ലല്ലോ. മിക്കവാറും വീട്ടിലുണ്ടാക്കിയൊക്കെ തന്നെ കഴിക്കാനാണ് ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ 10 മണിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച സംഭവമാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റിട്ടും വെള്ളമൊക്കെ തേച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. മാംസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പിലോപ്പി കൊണ്ടുള്ള ഫിഷ് മോളി 1-2 പ്രാവശ്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇത്ര വലുതല്ല, ഇനി നല്ല സൈസായിരുന്നു. അതിൻ്റെ നടുനുറുക്കെടുത്ത് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? എല്ലാവരും കുടിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.